ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ജൂലൈ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് നാരങ്ങയാണ്, ലെമൺ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജ്യൂസാണ് ലെമൺ ജ്യൂസ്, നാരങ്ങ വെള്ളം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീമുകൾ സെലക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ 3 വർഷമായിട്ട് പ്ലാനർ തയ്യാറാക്കുന്നു. അപ്പോൾ ഇതുവരെ ചെയ്ത വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ചിലർ കമൻറ്റ് ബോക്സിൽ കുറച്ച് ദിവസം മുൻപ് ചില പ്ലാനറിൻ്റെ ഐഡിയാസൊക്കെ എനിക്ക് ഷെയർ ചെയ്തിരുന്നു, ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഈ ഒരു പ്ലാനർ വരച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തീമിൽ വരയ്ക്കാതിരുന്നത്. അപ്പോൾ അടുത്ത മാസങ്ങളിൽ നമുക്ക് ആ പ്ലാനർ തീമുകളൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ചില പ്ലാനേഴ്സിൻ്റെയൊക്കെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് മുൻപേ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീണ്ടും റിപ്പീറ്റഡായി ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചിലത് നമ്മൾ സ്കിപ്പ് ചെയ്യണത്. അപ്പോൾ ഈ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതുവരെ ചെയ്തത് ഒരുപാട് ഡിസൈനിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നിങ്ങളിതുപോലെ പ്ലാനറിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. അതിനായിട്ട് malayali.momcrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലോട്ട് 5 മുതൽ 6 പിക്ചേഴ്സ് നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരികയാണെങ്കിൽ അടുത്ത മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ മാസം അയച്ചു തന്ന എല്ലാവരുടെയും പിക്ചേഴ്സ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ടും വീഡിയോ കാണാൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റത്തെ പേജിൻ്റെ പേരാണ് തീം പേജ്. ഈ ഒരു പേജിൽ നമ്മൾ ആ ഒരു മാസത്തിൻ്റെ പേരും അതിൻ്റെ ചുറ്റും നമ്മൾ എടുത്തിരിക്കുന്ന തീം, അതെന്താണ് നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്ന് വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് അതിൻ്റെ ചുറ്റും ഇങ്ങനെ വരയ്ക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ റെയിൻബോ എന്നാണ് നമ്മളെടുത്ത തീം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മാസത്തിൻ്റെ പേര് എഴുതിയിട്ട് റെയിൻബോയുടെ കളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡിസൈനൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ജൂലൈ എന്ന് എഴുതിയ ശേഷം അതിൻ്റെ ചുറ്റും ഫുള്ളും ലെമണിൻ്റെ പിക്ചർ, നാരങ്ങയുടെ പിക്ചർ വരച്ചു. കട്ട് ചെയ്ത് വെച്ച മോഡലും മുഴുവനായിട്ടുള്ളതും എല്ലാം വരച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിതല്ലാതെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്, പേസ്റ്റൽ കളേഴ്സ്, എസ്തെറ്റിക് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം കളർഫുള്ളാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കളർഫുൾ ആയിട്ടുള്ളതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് പേജിൽ ഞാൻ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഒരു കുട്ടിയുടെ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറയും. നമുക്കത് മീഷോയിലും ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഒരു പാക്കിൽ ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ നല്ല പ്ലാനറൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ വെക്കാം. അത് വേണം നിർബന്ധമൊന്നുമില്ല. ഇനി ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്തെ പേജിലായിട്ട് ഈ ഒരു പേജിൻ്റെ പേരാണ് കോട്ട് പേജ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന തീമുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോട്ട്, ഒരു വാചകം കണ്ടുപിടിച്ച് അത് എഴുതി വയ്ക്കാം. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് വെൻ ലൈഫ് ഗീവ്സ് യു എ ലെമൺ മേക്ക് ഇറ്റ് എ ലെമണേഡ്. അതാണ് ഞാൻ എഴുതിയ വാചകം. അതായത് നമ്മുടെ ജീവിതം നമുക്ക് ഒരു നാരങ്ങയാണ് നൽകിയത്. നാരങ്ങ എന്ന് വെച്ചാൽ പുളിയുള്ളതാണ്. പക്ഷെ നമ്മൾ നാരങ്ങയിൽ വെള്ളം ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് മധുരമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള നാരങ്ങ വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷേ നമ്മുടെ ലൈഫിനെ നമ്മൾ തന്നെ അത് പോസിറ്റീവായിട്ട് മാറ്റി നല്ല മധുരമുള്ള ലൈഫാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ നാരങ്ങയെ പോലെയായി, ഒരു നാരങ്ങ വെള്ളം പോലെ ആവണം എന്നാണ് ആ ഒരു കോട്ടിൻ്റെ മീനിങ്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാചകങ്ങൾ നമുക്ക് എഴുതി വെക്കാം. അതിന് ചുറ്റും ഞാൻ കുറച്ച് പിക്ചേഴ്സ് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കറും കൂടി ഈ ഒരു പേജിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന പെൻ എന്ന് പറയുന്നത് ഇതൊരു പെർമനൻറ്റ് മാർക്കറാണ്. CD മാർക്കർ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല കട്ടിക്ക് കളറിൽ ബ്ലാക്ക് കളറായിട്ട് കിട്ടും. മാത്രമല്ല പെൻസിലിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുമ്പോൾ കുഴപ്പമില്ല. നമ്മൾ സാധാരണ പേന ഉപയോഗിക്കുമ്പോൾ പെൻസിലിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുമ്പോൾ ഈ ബോൾ പെന്നോട് എഴുതുമ്പോൾ ക്ലിയർ ആയിട്ട് വരില്ല. ജെൽ പെൻ ചിലതൊക്കെ കുഴപ്പമില്ല, നമുക്ക് വരയ്ക്കാം. ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഒരു CD മാർക്കറാണ്. പിന്നെ സാധാരണ സ്കെച്ചും മാർക്കേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. ക്രയോൺസ് ആയാലും കുഴപ്പമില്ല. ഞാൻ ഉപയോഗിക്കുന്ന പുസ്തകം നമുക്കൊരു പ്ലെയിൻ പേജുള്ള പുസ്തകം എടുക്കണതാവും നല്ലത്, കാരണം പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നാൻ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ പേജുള്ള ബുക്കില്ല എന്നുണ്ടെങ്കിൽ ലൈനുള്ള ബുക്ക് എടുക്കാം. ഈ ഒരു ബുക്കിൻ്റെ പേര് ഗ്രിഡ് നോട്ട്ബുക്ക് എന്നാണ്. ഇത് ഇങ്ങനെ ജേണൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നോട്ട്ബുക്കാണ്. A5 സൈസിലാണ് വരുന്നത്. അതായത് കുറച്ച് ചെറിയ പുസ്തകമാണ് സാധാരണ ബുക്കിനെക്കാട്ടും. പേജസിന് കുറച്ച് കട്ടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പേജ് മുഴുവൻ കുറേ ഡോട്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ട്സ് കണക്ട് ചെയ്ത് വരയ്ക്കാൻ നമുക്ക് ഈസിയാണ്. ഇതിനൊരു 150 രൂപ റേഞ്ചിലൊക്കെയാണ് ഈ പുസ്തകം വരുന്നത്. ഒരു വർഷത്തേക്ക് നമ്മൾ ഒരു ബുക്ക് മതിയാവും. കുറേ എഴുതുന്നവരാണെങ്കിൽ 2 പുസ്തകമൊക്കെ വേണ്ടി വരും. എന്തായാലും ഞാൻ ഈ ഒരു ബുക്കാണ് യൂസ് ചെയ്യണം. ആ ഒരു ബുക്കിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി അടുത്ത പേജ് നമ്മൾ വരയ്ക്കുകയാണ്. അടുത്ത പേജിൻ്റെ പേരാണ് കലണ്ടർ പേജ്. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ ജൂലൈ മാസത്തെ കലണ്ടർ ഫുള്ളായിട്ടും വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയണം. അപ്പോൾ എനിക്കും തെറ്റുകൾ പറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളതിൽ എഴുതാൻ മറക്കരുത്. ഇനി ഞാൻ കലണ്ടർ വരച്ച ശേഷം അതിൻ്റെ തൊട്ട് താഴെ 2 ബോക്സസ് വരയ്ക്കുന്നുണ്ട്. ഒന്നിൽ നമ്മൾ റിമൈൻഡേഴ്സ് എന്നാണ് എഴുതുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തെ സെക്ഷനിലെ ഗോൾസ് എന്നാണ് എഴുതുന്നത്.
റിമൈൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തീയതിയിൽ എന്തെങ്കിലും കാര്യം നമുക്ക് ഓർമ്മിക്കാനുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കാനാണ്. അതുപോലെ തന്നെ ഗോൾസ് എന്ന് പറയുന്നത് ആ മാസം നമുക്ക് അച്ചീവ് ചെയ്യേണ്ട എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമിന് എത്രയും മാർക്ക് സ്കോർ ചെയ്യണമെന്നോ അങ്ങനെ എന്തോ ആവാം. അപ്പോൾ അത് നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. അതിൻ്റെ ചുറ്റും ഞാൻ കുറച്ച് ഇതുപോലെ നേരത്തെ വരച്ച പോലെ തന്നെ കുറച്ച് ഡിസൈൻസ് വരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ച് ചെയ്യുമ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആവാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് വരച്ച് സിമ്പിളായിട്ട് ചെയ്താലും മതി. ഇതിലും ഞാനൊരു യെല്ലോ ഓറഞ്ച് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കലണ്ടർ പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പേജിൻ്റെ പേരാണ് മൂഡ് ട്രാക്കർ. അതായത് നമ്മുടെ ഫീലിങ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേജാണിത്. ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 3 സ്ലൈസ് അല്ലെങ്കിൽ 4 സ്ലൈസ് നാരങ്ങ കട്ട് ചെയ്ത് വെച്ച പോലെ ഡിസൈനാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് ഞാനിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു 10 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. തൊട്ട് താഴെ ഞാൻ ഇവിടുത്തെ കളർ കോഡ് കൊടുക്കാനുള്ള സംഭവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഓരോ ഫീലിങ്സ്, അതായത് ഹാപ്പി, സാഡ്, ഇതിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഞാൻ 3 എഴുതിയിട്ടുള്ളൂ. അത് ആ ഒരു കളർ അനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓരോ നാരങ്ങയുടെ പീസിനെയും ഞാൻ 10 പോർഷൻസ് ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോത്തിലും തീയതികൾ എഴുതാം. 1 മുതൽ 10 വരെ, പിന്നെ 10 മുതൽ 20 വരെ, അങ്ങനെ നമുക്ക് തീയതികൾ എഴുതി കൊടുക്കാം. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ഫീലിങ്സ് എന്താണോ അതിനനുസരിച്ച് നമ്മളതിൽ കളർ ചെയ്യുക. ഹാപ്പി ആണെങ്കിൽ യെല്ലോ, സാഡ് ആണെങ്കിൽ ഓറഞ്ച്, ദേഷ്യത്തിലാണെങ്കിൽ ഗ്രീൻ. അതിനാണ് നമ്മൾ ആ കളർ കോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളതുകൊണ്ട് തന്നെ ഈ പേജിൽ വരയ്ക്കുമ്പോൾ ആ ഒരു നാരങ്ങേനെ മുഴുവനായിട്ടൊന്നും കളർ ചെയ്യരുത്. അതിൻ്റെ ബോർഡറും അങ്ങനത്തെ ഏരിയാസൊക്കെ കളർ ചെയ്യുക. ബാക്കിയൊക്കെ നമ്മൾ ഓരോ ദിവസവും മാറി മാറി ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിസൈനിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം കേട്ടോ. മൊത്തം 30 സെക്ഷനായിട്ട് തിരിച്ചിട്ട് നമുക്ക് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പിക്ചർ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 31 നാരങ്ങ വരയ്ക്കാം. അങ്ങനെ സിംഗിൾ വരച്ചിട്ട് കളർ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു പേജും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിലാണിത് കളർ ചെയ്യുമ്പോൾ ഉണ്ടാവുക കേട്ടോ. കണ്ടില്ലേ, ഹാപ്പി, സാഡ്, ആംഗ്രി, അങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ പേജാണ് ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ്. അടുത്ത പേജിൻ്റെ പേരാണ് ടു ഡു ലിസ്റ്റ്. ഈ ഒരു പേജിൽ നമ്മൾ ഓരോ തീയതിയിലും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കണമെന്ന് എഴുതി വെക്കേണ്ട ഒരു പേജാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു പേജിനെ 6 സെക്ഷനായിട്ടോ 7 സെക്ഷനായിട്ടോ ഒക്കെ തിരിക്കാം. ഇനി 4 ആയിട്ടും മതി ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ എത്രത്തോളം എഴുതുന്നു അത്രയും വലിയ ബോക്സസ് നമ്മൾ വരയ്ക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ 5 ബോക്സാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും തീയതി എഴുതിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതാം. അതിൻ്റെ തൊട്ട് താഴെ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് പുതിയ എന്തെങ്കിലും ശീലങ്ങളൊക്കെ നമുക്ക് ഡെയിലി കറക്റ്റായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ 5 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വേക്കപ്പ്, എക്സസൈസ്, സ്റ്റഡി, ജേണൽ, സെൽഫ് കെയർ. ഇത് ഓരോത്തിനും നേരെ 1 മുതൽ 5 വരെയുള്ള തീയതികൾ എഴുതിയിട്ടുണ്ട്. ഇത് ഓരോന്നും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ കട്ട് ചെയ്യുക. 1-ാം തീയതി എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി കട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. ഈ ഒരു പേജ് നമ്മൾ എല്ലാ ആഴ്ചയും പുതിയത് വരച്ചുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കറും നമ്മൾ എല്ലാ ആഴ്ചയിലും ഇതുപോലെ എഴുതി കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്ലാനർ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പ്ലാനർ മുഴുവനായിട്ടും കാണാം. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയച്ചു തന്ന പിക്ചേഴ്സ് നമുക്ക് കാണാം. അരുണി കൃഷ്ണ NS, നക്ഷത്ര, ഹന AF. പിക്ചേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ പിക്ചേഴ്സൊക്കെ അയച്ചു തരണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.